ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മുടെ നീറ്റ് എക്സാം ഹാളിലേക്ക് പോവാണ്. ഫൈനൽ ചെക്ക് ലിസ്റ്റ് പറയാനാണ് മിസ് വന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾക്ക് കൊണ്ടുപോകേണ്ട നമ്മുടെ അഡ്മിറ്റ് കാർഡ്, നമ്മുടെ പ്രൊഫോമ ഫോം, ഇതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കൃത്യമായി കയ്യിൽ വെക്കുക. അത് തലേദിവസം തന്നെ എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഡ്രസ് കോഡിൻ്റെ കാര്യം ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യമെങ്കിലും മിസ് ഇതിൻ്റെ വന്ന് ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മിസ് ബ്ലാക്ക് കളർ അലൗഡ് ആവണോ, കളർ കോഡ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ കളർ കോഡൊന്നും ഇല്ല. ഞാൻ നിങ്ങളോട് ലൈറ്റ് കളേഴ്സ് ഇടാൻ പറഞ്ഞത് ഒന്നാമത്തെ ചൂടുകാലമാണ്. പിന്നെ ഒരുപാട് പ്രിൻറ്റും ഒരുപാട് ഇതൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും പേസ്റ്റൽ കളേഴ്സൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പാൻറ് ഇനി ഉള്ളെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ബ്ലാക്ക് ഉള്ളവർ എന്നാൽ അതിട്ടിട്ട് പോവുക. അല്ലാത്തവർ, വേറെ ഓപ്ഷൻസ് ഉള്ളവർ, യു ക്യാൻ ഓൾസോ ട്രൈ ടു ഗോ ഫോർ അതർ കളേഴ്സ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഫോണൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പക്ഷേ ഫോണിനുള്ളിൽ കയറ്റേയില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോണ് അവിടെ വെച്ചിട്ട് പോകാൻ പ്രത്യേകം സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ആരെങ്കിലും കൂടെ കൊണ്ടുപോകുക വാല്യൂബിൾസ് വെക്കാൻ, കാരണം അവിടെ ബാഗൊക്കെ വെക്കുന്നത് ഒക്കെ അങ്ങനെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഗാർഡിയൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന രീതിയിൽ മാത്രം വാല്യൂബിൾസ് ക്യാരി ചെയ്യുക. ബേസിക്കലി മിനിമം ക്യാഷും നിങ്ങളുടെ ഫോണും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന മക്കളോടാണ്. അപ്പോൾ അത് മാത്രം ക്യാരി ചെയ്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ നിങ്ങൾക്കൊരു ബാഗ് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാഗ് കൊണ്ടുപോകാൻ പറയുള്ളൂ. കാരണം ബാഗൊക്കെ വെക്കാനും അത് സേഫായിട്ട് വെക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവില്ലായിരിക്കും. ഓരോ എക്സാം സെൻറ്ററും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ പാരൻസ് ഒക്കെ കൂടെ ഉള്ളവരാണെങ്കിൽ ഒരു ബാഗ് ക്യാരി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഫയലിലൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതിനു മുമ്പ് NTA കഴിഞ്ഞ ദിവസം 2 കാര്യങ്ങളിൽ 2 നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മളുടെ നിങ്ങളിപ്പം എന്തെങ്കിലും മോൾ പ്രാക്ടീസസ്, അതായത് റിലേറ്റഡ് ടു നീറ്റ് 2025 ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ, അതായത് ഞാൻ NTAയുടെ ഒഫീഷ്യലാണ് അല്ലെങ്കിൽ NTAയുടെ റിലേറ്റ് ചെയ്ത ആളാണ്, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരാമെന്നോ, അങ്ങനെ എന്തെങ്കിലും ലീക്കേജ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്തുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTAയെ നേരിട്ട് അറിയിക്കാം. അതായത് ഇപ്പോൾ NTA ഒരു പുതിയ കമ്മിറ്റീനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ NTAനെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അറിയിക്കാം. എക്സാമിൽ ഉണ്ടാകുന്ന കണ്ടക്ഷനിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള അവരുടെ ഒരു മെഷറും കൂടിയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ അവരൊരു ഇമെയിൽ ഐഡിയും കോൺടാക്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെയ് 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ടു ദം. പിന്നെ രണ്ടാമതായിട്ട് അവർ പറഞ്ഞ അപ്ഡേഷൻ ഇതായിരുന്നു. അതായത് കുറച്ച് കുട്ടികൾക്കൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്കത് ലോഗിൻ ചെയ്ത് വെബ്സൈറ്റിലൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ കുറച്ച് പേർക്കൊക്കെ വന്നു എന്ന് തോന്നും. പക്ഷേ ഇമെയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇമെയിലോ കാര്യങ്ങളോ ഒന്നും ഇമെയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഒരു ലിങ്കുമായിട്ട് ഇങ്ങനെ വന്നത്. അപ്പം അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ അവിടെ ആധാർ ഡീറ്റെയിൽസ് അല്ലായിരുന്നു കൊടുത്തിരുന്നത്. ആധാർ ഡീറ്റെയിൽസ് അല്ലാതെ മറ്റ് ID ഡീറ്റെയിൽസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം അത് ആധാർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരോ ഒതൻറ്റിക്കേറ്റ് ചെയ്യാത്തവരോ ആയിരുന്നു മറ്റ് ID ഡീറ്റെയിൽസ് കൊടുത്തിരുന്നത്. അപ്പോൾ ആധാർ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാനാണ്. കാരണം അവർ അന്നേ പറഞ്ഞിരുന്നു ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യണം, ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ ചെയ്യുക, കാരണം അത് ആവശ്യം വരും. ആധാർ വെച്ചിട്ടാണ് കുട്ടീനെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാത്തവർക്കാണ് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ആ ലിങ്ക് യൂസ് ചെയ്ത് അത് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഇതിൽ കാണുകയും ചെയ്യാം, അഡ്മിറ്റ് കാർഡിൽ അതെല്ലാം കാണുകയും ചെയ്യാം. ഓക്കെ. പിന്നെ അഡ്മിറ്റ് കാർഡിന് അപ്പം ഈ 2 നോട്ടീസസ് ആണ് പിന്നെ വന്നിരുന്നത്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് മിസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വന്ന് പറയാണ്ടിരുന്നത്. നിങ്ങൾ അതോർത്ത് ബോധറാവണ്ട. പിന്നെ പിന്നെയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അഡ്മിറ്റ് കാർഡ് റിലീസായി. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ബൈ നൗ. പിന്നെ അതിൽ നിങ്ങൾ ആദ്യത്തെ പേജിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. രണ്ടാമത്തെ പേജിൽ പ്രൊഫോമ ഫോമാണ്, അതിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. പിന്നെ അതിൽ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇത് വളരെ നീറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുത്ത് വെക്കുക. അതിൻ്റെ ഒരു 2 കോപ്പിയൊക്കെ എടുത്ത് വെച്ചോളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പം നിങ്ങളുടെ പേര്, പാരൻറ്റിൻ്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ സെൻറ്റർ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാകും. റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാകും. അത് വളരെ കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹാളിലേക്കുള്ള നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് പാക്ക് ചെയ്താലോ. സോ വാട്ട്സ് ഇൻ ദ ബാഗ് ഓഫ്
നീറ്റ് ആസ്പിരൻറ്റ് ഗോയിങ് ടു ദ നീറ്റ് എക്സാം ഹാൾ അല്ലേ. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട നമ്മുടെ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ സെക്കൻഡ് പേജിൽ നമ്മുടെ പ്രൊഫോമ ഫോം, പിന്നെ അതിൻ്റെ 2 കോപ്പി എടുത്ത് വെച്ചോളൂ. അപ്പം അഡ്മിറ്റ് കാർഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം ആൻഡ് പ്രൊഫോമ ഫോമിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നിങ്ങൾ ഫിക്സ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്ലാസ് 10th മാർക്ക് ലിസ്റ്റ് എടുക്കുക. ബിക്കോസ് എന്തെങ്കിലും ID ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സേഫ്റ്റി സേക്കിന് വേണ്ടി അത് എടുക്കുക, കോപ്പി എടുത്താലും മതി. പിന്നെ നിങ്ങളുടെ ക്ലാസ് 12th ഹാൾ ടിക്കറ്റ്. ഇതാണ് ആധാറിലെ എന്തെങ്കിലും അഡ്രസ്സിനോ ഇതിനോ വ്യത്യാസമുള്ള കുട്ടികൾക്കുള്ള ഓൾട്ടർനേറ്റ് ID പ്രൂഫ്സ് ആയിട്ട് NTA തന്നെ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു സേഫ്റ്റി സേക്കിന് വേണ്ടി നിങ്ങൾ കയ്യിൽ വെക്കുക. ക്ലാസ് 10 സർട്ടിഫിക്കറ്റും അതായത് SSLC ബുക്കും ക്ലാസ് 12th ഹാൾ ടിക്കറ്റും. ഓക്കെ, എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരി ചെയ്യുന്നതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ്. നമുക്ക് അവിടെയുള്ള നമ്മുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ കയ്യിലെടുക്കണം. പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒട്ടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്കത് അഫിക്സ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ് ആയിട്ടുള്ള ആധാർ കാർഡ് നിർബന്ധമായിട്ടും ഉള്ളവർ ഒറിജിനൽ ആധാർ കാർഡ് ക്യാരി ചെയ്യുക. പിന്നെ അതില്ലാത്തവർക്ക് പാൻ കാർഡ് ക്യാരി ചെയ്യാം, ഡ്രൈവേഴ്സ് ലൈസൻസ് ക്യാരി ചെയ്യാം, വോട്ടേഴ്സ് ID ഉള്ളവർക്ക് അത് ക്യാരി ചെയ്യാം. പക്ഷേ ആധാർ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ടും ഇത് ക്യാരി ചെയ്യണം. ഇതൊന്നുമില്ലാത്തവർക്കാണ് ക്ലാസ് 10th മാർക്സ് കാർഡും പിന്നെ ക്ലാസ് 12th ഹാൾ ടിക്കറ്റും പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, അഡീഷണലി നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ എക്സാം ഹാളിൽ അലൗഡ് ആണ്. അപ്പം വാട്ടർ പറ്റുമെങ്കിൽ കയ്യിലെടുക്കുക. നല്ല ചൂടൊക്കെയാണ്, ക്യാരി ചെയ്ത് കൊണ്ടുപോവുക. നല്ല വെയിലുണ്ടാകും. എക്സാം സെൻറ്ററിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ നല്ല വെയിലായിരിക്കും. ഒരു കുടയൊക്കെ എടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ. ഇതൊന്നും ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ. ഉള്ളിലേക്ക് ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ അലൗ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് പെന്ന് തരും, പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് അത് വർക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഒരു സേഫ്റ്റി സേക്കിനായിട്ട് ഒരു ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ, ബ്ലാക്ക് ആണ് കേട്ടോ വെക്കേണ്ടത്, കയ്യിൽ വെക്കുക. അത് യൂസ് ചെയ്യേണ്ട വരില്ല, പക്ഷേ ജസ്റ്റ് ഫോർ ദ സേഫർ സൈഡ് ഒരു പെന്ന് വെച്ചേക്കുക കയ്യിൽ. പിന്നെ കുറച്ച് എന്തെങ്കിലും കഴിക്കാനായിട്ടൊരു സ്നാക്സ്, അതായത് എന്തെങ്കിലും ഫ്രൂട്ട്സോ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾ ഫുഡ് 1 മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിട്ട് വേണം എക്സാം ഹാളിൽ എത്താൻ. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആയി പോയാൽ നിങ്ങൾ വിശന്ന് തളർന്നിരിക്കേണ്ടേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബാഗിൽ വേണ്ടത്. പിന്നെ ബാഗ് അഗെയിൻ മിസ് പറഞ്ഞു, ഇത് അവിടെ കൊണ്ടുപോയി വെക്കാനെന്നുള്ള സൗകര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ വിശ്വസ്തരായ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ നല്ല ബാഗും കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അല്ലെങ്കിലും ഇത് ബേസിക് സാധനങ്ങളാണ്, അപ്പം ഇത് എങ്ങനെയും നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലേ. അപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ എന്താണെങ്കിലും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. വാച്ച് ഒന്നും കെട്ടിയിട്ട് പോകരുത്, വാച്ച് പറ്റില്ല. എല്ലാ രീതിയിലുള്ള ജ്വല്ലറിയും ഒഴിവാക്കിയിട്ട് പോവുക. ഓക്കെ, കയ്യിലും മോതിരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക. നെയിൽസൊക്കെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളവരെങ്കിൽ ആ നെയിൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് പോവുക. നെയിൽ പോളിഷ്, പിന്നെ മെഹന്തി ഒന്നും കയ്യിൽ ഇപ്പോൾ തലേ ദിവസം ഒന്നും ഡിസൈൻ ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി ചെയ്തത് കുഴപ്പമില്ല. അപ്പം ഈ പിന്നെ മൊബൈൽ ഫോൺ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഫോൺ സൈലൻറ്റ് മോഡിലൊക്കെ ഇട്ടിട്ടോ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തിട്ടൊക്കെ പോവുക. ഒരുപാട് പേര് ഇടുന്ന എക്സാമല്ലേ, നമ്മൾ കാരണം മറ്റുള്ളവർക്കും ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്. അപ്പം പാരൻസും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒരു റിമൈൻഡർ വേണമെന്ന് എനിക്ക് തോന്നി. സോ പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദിസ് ചെക്ക് ലിസ്റ്റ്. ബേസിക് ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കുക. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പം ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് നീറ്റ് എക്സാം ഹാളിലേക്ക് പോവുക. ഗുഡ് ലക്ക്.